എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ മാമനാവട്ടെ മൂന്ന് പെയിനുകളെയും കണ്ട് ഇപ്പൊ കണ്ണു തള്ളി അങ്ങനെ നിൽക്കുകയാണ്. അതിന് തവളകള്, നീ എന്തിനാ വെറുതെ കണ്ണു തള്ളി നിൽക്കുന്നേ? നീ ഇങ്ങനെ നിന്നാ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മളിപ്പോ അവരെ കണ്ട് പേടിച്ചെന്ന്. നീ കൂളായിട്ട് നിക്ക്, കുഴപ്പമൊന്നുമില്ല, രണ്ടിടി കൂടുതൽ കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ മാമൻ പറയും, ഞങ്ങൾ ഇത്രയും നേരം ക്ഷമിച്ചു, ഇനി പറ്റില്ല, നിന്റെ കഥ അത് ഇതോടെ തീർന്നു പറഞ്ഞ് മാമൻ ചാടി വീഴുമ്പോ തവളകൾ രണ്ടും ചേർന്ന് ഇപ്പൊ മാമൻ ഇടിക്കാൻ തുടങ്ങും. എടാ മണ്ട, ഇത് ഫൈറ്റാണ്, വെറുതെ ഡയലോഗ് അടിക്കാതെ അവന്മാരെ പോയി അടിക്ക്. അതിന് മാമൻ ഉഷാറായിട്ട് പെയിനെ അടിക്കാൻ ഇപ്പൊ മുൻപോട്ട് വരും. അപ്പ രണ്ട് തവളകളും തമ്മില് ഇപ്പൊ പൊരിഞ്ഞാട്ടി. പക്ഷെ ആ ഒരു ഫൈറ്റും ചെന്ന് വീഴുന്നത് ഇപ്പൊ മാമന്റെ മുഖത്തായിരിക്കും. ആ ഗ്യാപ്പിൽ പെയിൻ അവൻ മാസ്റ്ററിനെ അടിക്കാനായിട്ട് ഇപ്പൊ ഓടി അടുത്തെത്തും. പക്ഷെ മാസ്റ്റർ അവന്റെ മുഖത്ത് തന്നെ ചവിട്ടി ഇപ്പൊ അവനെ താഴെയിടും. പിന്നീട് അവര് മൂന്ന് പേരും ചേർന്ന് അവന്റെ നേർക്ക് ഇപ്പൊ തീ തുപ്പും. അവര് മൂന്ന് പേരും ചേർന്ന് ഇപ്പൊ കാറ്റും തീയും ഓയിലും അങ്ങനെ പലതും അവർക്ക് നേരെ ചീറ്റി തെറിപ്പിച്ച് ഇപ്പൊ അവരെ കത്തിക്കാൻ തുടങ്ങും. പെയിൻ ഇപ്പൊ മുൻപോട്ട് വന്ന് അവന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് അവിടെ ഒരുപാട് ഫോഗ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ആൾക്കാർ നോക്കുമ്പോ ഇപ്പൊ അവർക്ക് മൂന്ന് പേർക്കും ഒരു പോറല് പോലും പറ്റിയിട്ടുണ്ടാവില്ല. ഇതെന്തൊരു അത്ഭുതം എന്നും പറഞ്ഞ് അവരിപ്പോ പരസ്പരം നോക്കും. അതിന് മാമൻ പറയും, ബേബീസ്, നമ്മുടെ മുൻപില് ഇനി വേറെ വഴിയില്ല, ഞാനും തവളയായി മാറാൻ പോവാണെന്ന് പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ ആള് ചാടിത്തുള്ളി ഇപ്പൊ താഴെ ഇരുന്ന് മാസീവ് റസൻ ഗൺ പവർ തന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. മാമൻ ഓടി വന്ന് ആ ഒരു റസൻ ഗൺ അതങ്ങനെ തന്നെ വില്ലന്റെ നേർക്കടിക്കും. പക്ഷെ അവൻ ആ ഒരു പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അത് കാണുമ്പോ തന്നെ ഇപ്പൊ മാമന് മനസ്സിലാവും മാമന്റെ എല്ലാ ടെക്നിക്സും അവനിപ്പൊ അബ്സോർബ് ചെയ്യാണ്. അപ്പൊ അടുത്ത മിനിറ്റില് വേറൊരുത്തൻ ഇപ്പൊ മാമന്റെ പുറകിലൂടെ ചാടി വന്ന് മാമനെ ഇടിക്കാൻ നോക്കും. പക്ഷെ തവളക്കുട്ടൻ അവനെ ഇപ്പൊ ബോംബെറിഞ്ഞ് ഓടിക്കും. മാമനുടനെ തവള ഉപയോഗിച്ച് പെയിനെ വെട്ടിത്തിരിപ്പിച്ച് മാമന്റെ മുടിയിലൂടെ ഇപ്പൊ ഒരുപാട് നീഡിൽസ് അവന് നേരെ വലിച്ചെറിയും. പക്ഷെ പെയിൻ അവൻ അതിനെയും ബ്ലോക്ക് ചെയ്ത് അവിടുന്ന് ഹായ് ആയിട്ട് രക്ഷപ്പെടും. മാമനാണെങ്കില് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല, ഇവർക്കെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് എന്റെ മൂവ്മെന്റ് അത് മനസ്സിലാക്കാൻ പറ്റുന്നു? ഇവർക്ക് മൂന്ന് പേർക്കും ചേർന്ന് ഇനിയിപ്പോ ഒരേ ഒരു കണ്ണേ ഉള്ളോന്നൊക്കെ പറഞ്ഞ് മാമനാവട്ടെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. ഇവൻ എന്ത് തരത്തിലുള്ള ഷീൽഡാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്? ഇത് വെറും ഒരു ഷാഡോ ക്ലൗൺ അല്ല, മറ്റെന്തോ ആണ്. അതുകൊണ്ടാണ് എനിക്കിവനെ തകർക്കാൻ കഴിയാത്തതെന്ന് ഇപ്പൊ മാമൻ പറയുമ്പോ അതിന് തവള പറയും, അതെ, അതുകൊണ്ട് തന്നെയാണ്. ഇവരുടെ മൂന്ന് പേരുടെയും കണ്ണ് അത് പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോ തന്നെ ബാക്കി രണ്ടു പേർക്കും അത് മനസ്സിലാവുന്നത്. പക്ഷെ അത് എങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയില്ല എന്ന് ഇപ്പൊ തവള പറയും. മാമനാണെങ്കില് ഇപ്പൊ ടെൻഷനാവും. കാരണം ഇതുവരെ ഇത്തരത്തിലൊരു ജിപ്സു മാമൻ കണ്ടിട്ടില്ല. മാത്രമല്ല ആളുടെ സ്റ്റേജ് ജിപ്സുവിന് പോലും അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് തവളകൾ പറയും, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, തൽക്കാലം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ മാമനാവട്ടെ അവിടുന്ന് ഡിസപ്പിയർ ആവും. അപ്പൊ ആ വില്ലന്മാര് അവരിപ്പോ പരസ്പരം പറയും, അവൻ തീർച്ചയായിട്ടും ആ ഒരു പൈപ്പ് ലൈൻ അതുവഴിയായിരിക്കും ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അതിന്റെ ഓപ്പോസിറ്റ് ചെന്ന് അവരെ തടയാന്ന് പറഞ്ഞ് വില്ലന്മാര് മാമന്റെ പിന്നാലെ പോവും. ഇവിടെ തവള പറയും, നമുക്കാദ്യം അവരുടെ മൂവ്മെന്റ്സ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, അതിനുശേഷമേ നമുക്ക് സ്ട്രാറ്റജി ഉപയോഗിച്ച് അവരെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയൂ. മാത്രമല്ല ആ റിയൽ നാഗുട്ടോ അവനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവനെ കിട്ടിക്കഴിഞ്ഞാ വളരെ എളുപ്പത്തില് അവന്റെ കണ്ണ് തകർത്ത് നമുക്കിവരെ മൂന്ന് പേരെയും ഈസി ആയിട്ട് ലോക്ക് ചെയ്യാം. അവന്റെ ഐ പവർ അത് അപാരമാണ്. പ്രത്യേകിച്ച് സിഗ്നൽസ് ഒന്നുമില്ലാതെ അവര് കറക്റ്റായിട്ട് ഇപ്പൊ വിഷ്വൽസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിപ്പോ വേറെ വഴിയില്ല, അവരോരോരുത്തരെയും തിരിച്ചു മാറ്റി അവരെ ചെക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ടെക്നിക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. പക്ഷെ എന്താ, നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും അവറ്റകൾ മൂന്ന് പേരും തനിയെ പിരിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നതേയില്ല. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് അവന്റെ ഏഴയലത്തെത്താൻ കഴിയാത്തത്. ടൈജിപ്സ് ഉപയോഗിച്ചാ അവര് കണ്ടുപിടിക്കും, നെൻജിപ്സ് ഉപയോഗിച്ചാ അവർ അബ്സോർബ് ചെയ്യും. നമുക്കിനി ഗെൻജിപ്സ് ഉപയോഗിച്ച് നോക്കിയാലോ എന്ന് ഇപ്പൊ തവളകള് അവര് പരസ്പരം ചോദിക്കും. അതിന് മാമൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഗെൻജിപ്സ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ഇപ്പൊ മാമൻ ചോദിക്കും. അതിന് തവളകൾ പറയും, ഞങ്ങളെ കൊണ്ട് കഴിയും. അപ്പൊ തവളകള് അവര് പരസ്പരം ഇപ്പൊ തർക്കിക്കാൻ തുടങ്ങും. അപ്പൊ പെൺതവള പറയും, നമ്മൾ ഗെൻജിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ തലവേദനയാവെന്ന് പറയുമ്പോ അതിന് ആൺതവള പറയും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം ഈ ലോകത്തേക്ക് സമാധാനം കൊണ്ടുവരേണ്ടത് അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ പെൺതവള അവളിപ്പോ ആ ഒരു ഗെൻജിപ്സുവിനെ കുറിച്ച് പറയാൻ തുടങ്ങും. ആക്ച്വലി ഈ ഒരു ഗെൻജിപ്സു അതൊരു മ്യൂസിക് ആണ്. ആ മ്യൂസിക് ഞങ്ങൾ പ്ലേ ചെയ്തു തുടങ്ങിയ എല്ലാവരും അറിയാതെ അതിൽ പെട്ടുപോകും.
പക്ഷെ അതിലൊരു വീക്ക് പോയിന്റ് ഉണ്ട്. ഗെഞ്ചിപ്സു സ്റ്റാർട്ട് ആവും മുൻപേ അവര് നമ്മളെ പിടിക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ഗെഞ്ചിപ്സു അത് വർക്കൗട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന് മാമൻ ഒരു സെക്കൻഡ് അവിടെ നിൽക്കും. എന്നിട്ട് തവളകളോട് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഞാൻ കാരണം നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാനും ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു പ്രത്യേക ജിപ്സു അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോണം. അതിന് തവളകൾ പറയും, അയ്യോ ഇല്ല ഇല്ല, നിന്റെ എന്ത് കാര്യത്തിനും ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ ഒരു പ്ലാൻ അതെന്താണെന്ന് ഞങ്ങളോട് കൂടെ പറ. ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് പെയിനും അവന്റെ ടീംസും ഇപ്പൊ മാമനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ മാമൻ തവളകളോട് പറയും, അടുത്ത നിമിഷം നിങ്ങളുടെ ഗെഞ്ചിപ്സു അത് സ്റ്റാർട്ട് ചെയ്യ്. തവളകൾ ഉടനെ അവരുടെ ഗെഞ്ചിപ്സു അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വില്ലന്മാര് അവര് കേൾക്കും ആ ഒരു ഗെഞ്ചിപ്സുവിന്റെ ശബ്ദം. അവർക്ക് മനസ്സിലാവും അത് ആ തവളകളുടെ ശബ്ദമാണെന്ന്. അവർ ഏകദേശം ആ ഒരു ഗെഞ്ചിപ്സുവിലേക്ക് ഇപ്പൊ വീഴാൻ പോകും. പക്ഷെ കൺട്രോൾ ചെയ്ത് അവരിപ്പോ ഉഷാറായിട്ട് മുൻപോട്ട് ഓടി മാമന്റെ തൊട്ട് മുൻപിലെത്തി ഇപ്പൊ മാമനെ പിടിക്കാൻ നോക്കുമ്പോഴായിരിക്കും അത് യഥാർത്ഥ മാമനല്ല, മാമന്റെ വെറും ഷാഡോ ക്ലൗൺ ആണ്. ആ ഒരു സെക്കൻഡില് മാമൻ അവരുടെ തൊട്ടു പുറകിൽ നിന്ന് ഇപ്പൊ ചാടി വീണ് ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് അവരെ 3 പേരെയും ഇപ്പൊ കത്തിക്കാനായിട്ട് ആരംഭിക്കും. ഉടനെ അതിലൊരു പെയിന് ആ ഒരു എൻജിപ്സു അത് അബ്സോർബ് ചെയ്യാണ്. അപ്പൊ മാമന് മനസ്സിലാവും അതിലൊരു പെയിൻ ഇപ്പൊ ഓൾറെഡി കെഞ്ചിപ്സു അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. മറ്റൊരു പെയിൻ കെഞ്ചിപ്സു യൂസ് ചെയ്യും. വേറൊരുത്തൻ അവന്റെ കണ്ണുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ഈ ഒരു ഗ്യാപ്പില് അവരെ 3 പേരെ ഒറ്റപ്പെടുത്തി എങ്ങനെയെങ്കിലും യഥാർത്ഥ പെയിനെ കണ്ടുപിടിക്കണം. പാവൻ ചാടി വീണ് അവരെ ഓരോരുത്തരായിട്ട് ഇപ്പൊ പിടിച്ചു വലിച്ച് ഒരുത്തനെ ഇപ്പൊ ഫയർബോൾ ജിപ്സുവില് അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. മറ്റൊരുത്തൻ ഓടുമ്പോ ഇപ്പൊ തവളകളെ കൊണ്ട് കെഞ്ചിപ്സു ഉപയോഗിച്ച് അവനെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിക്കും. അങ്ങനെ അവസാനം ഗെഞ്ചിപ്സു ഉപയോഗിച്ച് ആ 3 പെയിനുകളെയും ഇപ്പൊ മാമനാവട്ടെ ആളുടെ ഗാമത്തവളയുടെ ഉള്ളിലേക്ക് ഇപ്പൊ അബ്സോർബ് ചെയ്തെടുക്കും. മാമൻ ഇപ്പോ ചെറുപ്പത്തിലുള്ള പെയിനെ അവൻ ആലോചിക്കും. മാമൻ പറയും, സമാധാനം കൊണ്ടുവരേണ്ടത് അത് വയലൻസിലൂടെ അല്ല, അതിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. നിന്റെ കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ കൊന്നു തള്ളുകയല്ല, അവരെ നേർവഴിയിലേക്ക് നയിക്കുകയാണ് വേണ്ടത്. അപ്പൊ മാമൻ ആ തവള പറഞ്ഞ കാര്യം ഇപ്പൊ വീണ്ടും ആലോചിക്കും. നിന്റെ പ്രോഫസി അവൻ ഒന്നല്ലെങ്കിൽ ഈ ലോകത്തെ രക്ഷിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കും. മാമൻ പറയും, ഞാൻ കരുതി നീ എന്റെ ഇഷ്ടപ്രകാരം എന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഈ ലോകത്തെ രക്ഷിക്കുമെന്ന്. പക്ഷെ നീ എന്റെ കഴിവുകള് അത് നെഗറ്റീവായിട്ടാണ് ഉപയോഗിച്ചത്. മാമൻ സ്ക്വാഡ് എടുത്ത് അവരുടെ കൈ കെട്ടി ഗെഞ്ചിപ്സൂൽ അവരെ ആഴ്ത്തി വെക്കും. ആ സ്ക്വാഡ് ഉപയോഗിച്ച് മാമൻ അവരെ അറഞ്ചം പറഞ്ചം വെട്ടി അവരെ 3 പേരെയും ഇപ്പൊ കൊന്നു തള്ളും. ഈ മിഷൻ അത് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ഇപ്പൊ മാമൻ സ്ലോ മോഷനില് മുൻപോട്ട് നടക്കും. അപ്പൊ വീഴാണ് മാമന്റെ തലക്കൊരടി. അതാരാണ് നോക്കിയാ മറ്റൊരു പെയിൻ. ചോര തുളുമ്പി ഇപ്പൊ മാമന്റെ ഒരു കൈ തന്നെ വെട്ടിയെറിയപ്പെടും. മാമൻ ഇപ്പൊ 4ാമത്തെ പെയിനെ കണ്ട് ഞെട്ടും. കാരണം 3 പെയിനെ മാത്രമേ മാമൻ കണ്ടിട്ടുള്ളൂ. അവരെ എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇവന്റെ പവർ അത് വളരെ കൂടുതലാണ്. അപ്പൊ വീണ്ടും മറ്റ്6 പെയിൻ കൂടെ അവിടേക്ക് വരും. പെയിനുകളുടെ നേതാവ് അവൻ വിളിച്ചു പറയും, 6 പാത്ത് ഓഫ് പെയിൻസ്. ഇതാണ് നമ്മുടെ പുതിയ മിഷൻ എന്ന് പറയുമ്പോ തവളകളാവട്ടെ അവറ്റകൾ പേടിക്കും. അതിനാ നേതാവ് പറയും, ഇതാണ് 6th റണ്ണിങ് കണ്ട ടീം. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.